ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. അതിനുശേഷം വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. പക്ഷേ നമ്മുടെ അണ്ടർടോൺ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതുവരെ വന്നിട്ടുള്ള ക്വാർട്ടർ ഫോർ റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ബാങ്കിങ് സ്റ്റോക്കുകൾ ഔട്ട് പെർഫോം ചെയ്യാനാണ് സാധ്യതകൾ കൂടുതൽ. ടെക്നോളജി നോക്കുകയാണെങ്കിൽ എക്സ്പെക്റ്റഡ് ലൈൻസിൽ തന്നെയായിരുന്നു ക്വാർട്ടർ ഫോർ റിസൾട്ടുകൾ വന്നിട്ടുള്ളത്. എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നത് ടെക്നോളജി കമ്പനികളുടെ ക്വാർട്ടർ ഫോർ റിസൾട്ടുകൾ മോശമായിരിക്കുന്നതായിരുന്നു. അത്തരത്തിലുള്ള റിസൾട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫർദറായിട്ട് വലിയ രീതിയിൽ ഡിസ്കൗണ്ടിങ് ഒന്നും ടെക്നോളജി സ്റ്റോക്ക് പ്രൈസസിൽ കാണാനുള്ള സാധ്യതകൾ കുറവാണ്. മറിച്ച് ലോവർ ലെവലിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള സാധ്യതകളാണ് കൂടുതൽ കാണുന്നത്. നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള ബാങ്കിങ് സ്റ്റോക്കുകൾ വീണ്ടും പോസിറ്റീവ് റിയാക്ഷൻ കാഴ്ചവെച്ചേക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് ധാരാളം ക്വാർട്ടർ ഫോർ റിസൾട്ടുകൾ വരുന്നുണ്ട്. ഈ ആഴ്ചയിൽ ധാരാളം ക്വാർട്ടർ ഫോർ റിസൾട്ടുകളുണ്ട്. ഒപ്പം താരിഫ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് അമേരിക്കയിൽ നിന്ന് വന്നേക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ധനകാര്യമന്ത്രി ഏപ്രിൽ 30 വരെ അമേരിക്കയിലുണ്ട്. താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള പല ഡിസ്കഷൻസും നടന്നേക്കാം. അതിൻ്റെയൊക്കെ ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ചുള്ളൊരു ഇമ്പാക്റ്റ് ഒക്കെ മാർക്കറ്റിൽ കണ്ടേക്കാം. ഓവറോൾ താരിഫ് റിലേറ്റഡ് ഇഷ്യൂസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് സെറ്റിൽഡ് ആണ്. എമർജിംഗ് മാർക്കറ്റുകളിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മുടെ അണ്ടർടോൺ വളരെ ബുള്ളിഷാണ്. അതോടൊപ്പം തന്നെ നമ്മളൊരു കൺസംഷൻ ഡ്രിവൺ എക്കണോമിയാണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ നമുക്ക് ഫർദർ ഉണ്ടാവാൻ പോകുന്നില്ല. അതേസമയം കഴിഞ്ഞ ആഴ്ചയിലത്തെ നമ്മൾ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകൾ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും റിക്കവറി മോഡിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 4.5% ബെറ്റർ ആയിട്ടാണ് നിഫ്റ്റിയും സെൻസസ് ഒക്കെ ക്ലോസ് ചെയ്തിരുന്നത്. ഒപ്പം വ്യാഴാഴ്ച നല്ല രീതിയിലുള്ള റിക്കവറിയാണ് നമ്മൾ മാർക്കറ്റിൽ കണ്ടത്. അത്തരത്തിലുള്ള ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഗോൾഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗോൾഡ് കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഇന്ന് മോർണിംഗിൽ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടാണ് ട്രേഡിംഗ് നടക്കുന്നത്. $3,353.7 ഇന്ന് സ്പോട്ട് ഗോൾഡ് ഹിറ്റ് ചെയ്തിട്ടുള്ള പുതിയ റെക്കോർഡ് ഹൈ. ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ്. മറ്റ് കമോഡിറ്റികളൊന്നും ബെറ്റർ ആയിട്ട് തന്നെയാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് വ്യാഴാഴ്ച നല്ല രീതിയിൽ റിക്കവറി നടത്തിയിരുന്നു. 85.37 രൂപ പെർ ഡോളറാണ് വ്യാഴാഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. റുപ്പിയും സ്ട്രെങ്തൻ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ LNT ന്യൂക്ലിയർ പവർ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് LNTനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ABB അവരുടെ റോബോട്ടിക് ഡിവിഷൻ ഡീമർജ് ചെയ്യാണ്. അടുത്ത വർഷം 2ാം ക്വാർട്ടറോട് കൂടി ഡീമർജർ കഴിയുന്നതാണ് പറയുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ബിഗ് ബ്ലോക്ക് കൺസ്ട്രക്ഷൻസ് പ്രൊമോട്ടർ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക ആണ്. ഈ കമ്പനീനെ സംബന്ധിച്ചത് പോസിറ്റീവാണ്. അഡാനി പോർട്ട് ഓസ്ട്രേലിയയിലെ ആബട്ട് പോയിന്റ് പോർട്ട് ഹോൾഡിങ്സ് അവരുടെ പാരന്റ് പ്രൊമോട്ടറുടെ കയ്യിൽ നിന്ന് വീണ്ടും ബൈബാക്ക് ചെയ്തിരിക്കുകയാണ്. ഓൾ ഷെയർ ഡീലാണ്, ക്യാഷ് ഡീലല്ല. അതുകൊണ്ട് തന്നെ അഡാനി പോർട്ടിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇപ്പോൾ അഡാനി പോർട്ടിന് ടോട്ടൽ 4 ഇൻ്റർനാഷണൽ പോർട്ടുകൾ അടക്കം 19 പോർട്ടുകളാണുള്ളത്. ഇന്ത്യയിൽ 15 പോർട്ടുകളുണ്ട്. വിഴിഞ്ഞം ഒഫീഷ്യലി അടുത്ത മാസം കമ്മീഷൻ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അഡാനി പോർട്ടിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ്. ഐസ്മേക്ക് റെഫ്രിജറേഷൻ തമിഴ്നാട്ടിൽ വീണ്ടും ഒരു പ്ലാന്റ് ഓപ്പൺ ചെയ്യുകയാണ്. ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. NSE SME സെഗ്മെൻറ്റിലുള്ളൊരു കമ്പനിയാണ്. ജർമ്മൻ കൊളാബറേഷനോട് കൂടിയാണ് പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് മാർക്കറ്റിൽ അതിൻ്റേതായ ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ടാക്കാം. അപ്പം മാസ്റ്റർ DM ക്വാളിറ്റി ഹെൽത്ത് കെയർ ആയിട്ടുള്ള മെർജറിന് ശേഷം മാസ്റ്റർ DM ക്വാളിറ്റി കെയർ എന്നുള്ള പേരിലാണ് അറിയപ്പെടാൻ പോകുന്നത്. 38 ഹോസ്പിറ്റൽസും 27 സിറ്റികളിലായിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ 13,300 ബെഡുകളായിട്ട് എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി ഉയർത്തുമെന്നും പറയുന്നുണ്ട്. ഒപ്പം മറ്റ് സിറ്റികളിലേക്കും എക്സ്പാൻഷൻ വന്നേക്കാം. മാസ്റ്റർ DMനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ വളരെ പോസിറ്റീവാണ്. റോട്ടോ പമ്പ്സ് പുതിയൊരു റേഞ്ച് പമ്പ് സെറ്റുകളും കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് ഷെയർ കൂട്ടാനായിട്ട് ഈ പ്രൊഡക്റ്റ് ഉപകരിക്കുന്നതാണ് പറയുന്നത്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് സെഗ്മെൻറ്റിലാണ് ഈ പമ്പ് സെറ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. കമ്പാരിറ്റീവ്ലി മറ്റ് കമ്പനികളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അണ്ടർ പ്രൈസ്ഡുമാണ് ഈ സ്റ്റോക്ക്. അപ്പോൾ ഈ ന്യൂസ് റോട്ടോ പമ്പിനെ പോസിറ്റീവാണ്. ഇനി മറ്റ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഓട്ടോ, ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ്, പൂനാവാല ഫിൻകോർപ്പ് NBSE സെഗ്മെൻറ്റിൽ വലിയ രീതിയിലുള്ള എക്സ്പാൻഷൻ പ്ലാനുകളായിട്ട് മുന്നോട്ട് പോവുകയാണ്. 400 ഗോൾഡ് ലെൻഡിങ് ഷോറൂമുകൾ കൂടി തുടങ്ങാൻ പോവുകയാണ്. പൂനാവാല ഫിൻകോർപ്പിൻ്റെ
കോർപ്പിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം BHELൻ്റെ ഓർഡർ ബുക്ക് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 92,534 കോടി രൂപ ഓർഡറാണ് ബാഗ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ഓർഡർ ബുക്ക് 1,95,922 കോടി ഓർഡർ ബുക്കാണുള്ളത്. പവർ സെക്ടറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് ഉള്ളത്. ക്രാഫ്റ്റ്മാൻ ഓട്ടോമേഷൻ കോയമ്പത്തൂർ പുതിയൊരു പ്ലാന്റും കൂടി കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. ഒപ്പം NSEയുടെ IPO ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും മുമ്പ് വരാനുള്ള സാധ്യതകളുണ്ട്. NSE IPOയ്ക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ആണ് ഏറ്റവും പ്രാമുഖ്യം എന്നാണ് SEBI ചെയർമാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും NSEയുടെ IPO അടുത്ത ആഴ്ചകളിലൊക്കെ ആയിട്ട് അനൗൺസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഗ്രേ മാർക്കറ്റിൽ NSE സ്റ്റോക്ക് ധാരാളം ഇൻവെസ്റ്റേഴ്സ് വാങ്ങുന്നുണ്ട്. ലോങ് ടൈമിലൊരു ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് NSEയുടെ സ്റ്റോക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസിനനുസരിച്ചുള്ള ഡിസിഷൻ എടുക്കുക. ഒപ്പം മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡൊമസ്റ്റിക് കൺസംഷൻ ഡ്രിവൺ എക്കണോമിയാണ്. ടാരിഫ് ഇഷ്യൂസ് ഒന്നും തന്നെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതകളില്ല. അതേസമയം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് മോർഗൻ സ്റ്റാൻലി അടക്കം പല സ്റ്റോക്കുകളുടെയും ടാർഗറ്റൊക്കെ താഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയിലുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ ഡിസ്കൗണ്ടഡ് ആണ് മാർക്കറ്റിൽ. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യുക. Q4 റിസൾട്ടുകൾ നല്ല റിസൾട്ടുകൾ കാഴ്ചവെക്കുന്ന കമ്പനികളുടെ സ്റ്റോക്കുകൾ, പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ, ഡീമർജർ അനൗൺസ്മെൻറ്റുകളുള്ള സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വാങ്ങാനുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത് നന്നായിരിക്കും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നിഫ്റ്റിയും സെൻസസും വീണ്ടും മുന്നേറുന്നുള്ളൊരു കാര്യമാണ് ഈ ആഴ്ചയിൽ. ഒരു പക്ഷേ 24,400 24,600 ഏറ്റവും ഒരു ബുള്ളിഷ് സിനാരിയോ വരികയാണെങ്കിൽ 24,800 വരെയൊക്കെ നിഫ്റ്റി വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.